അപ്പോൾ നമ്മൾ കുടുങ്ങി ഗൈസ്, നമ്മൾ പുറകിലോട്ട് പോകുന്നു. ശരിക്കും കുടുങ്ങി. ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്സൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈവനിങ് റൈഡ്, അതും ഓട്ടോറിക്ഷയിൽ. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? പൂവാറിലേക്ക്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് സന്ദർശകരെ എല്ലാ വർഷവും അട്രാക്റ്റ് ചെയ്യിക്കാനായിട്ട് കേരള ടൂറിസം ഒരുപാട് പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പൂവാർ. അപ്പോൾ ഈ പൂവാർ ഐലൻഡുകൾ കാണാതെ പോയി കഴിഞ്ഞാൽ അതൊരു മിസ്സിങ് തന്നെയാണ്. കോവളം ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൂവാർ ഐലൻഡുകൾ ബാക്ക് വാട്ടേഴ്സ് കാണാതെ പോകില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൈഡിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നും ഇവിടുത്തെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഫോർ ബോട്ടിംഗ് എല്ലാം തന്നെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂവാറിലൂടെയുള്ള യാത്ര ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി തുടങ്ങി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ പൂവാറിൽ നിന്നും പുറപ്പെട്ടു. 1.5 hour നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി. അറേബ്യൻ സീയും നെയ്യാർ റിവറും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. പിന്നെയാണെങ്കിലോ ബേർഡ് വാച്ചിങ്, എക്സ്പ്ലോറിങ് ദ ഗോൾഡൻ സാൻഡ് ബീച്ച്. ഇതൊക്കെയാണ് ഇവിടുത്തെ കുറേ അട്രാക്ഷൻസ്. നല്ല കാറ്റും കൊണ്ട് ഈ ഒരു ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സുഖമുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു നേച്ചർ ലവറൊക്കെ ആണെങ്കിലേ നല്ലൊരു സീനറി കിട്ടും. കൂടാതെ കാമായിട്ട് ഇരുന്നു കൊണ്ട് ബേർഡ് വാച്ചിങ്ങിനും പറ്റും. കോവളത്തെത്തിയപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ ഒരു പൂവാർ ബാക്ക് വാട്ടേഴ്സാണ്. ഇവിടെ വരുന്നവർക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ആഴിമല ശിവ ടെമ്പിൾ, വിഴിഞ്ഞം ഹാർബർ, കോവളം ബീച്ച്, പിന്നെ ഈ പൂവാറിലാണെങ്കിലും ഉണ്ട് കുറേ സമയം ചെലവഴിക്കാൻ. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ബോട്ടിംഗ് ഇത്രയധികം സേഫായിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ സമ്മറാണല്ലോ. പോകുന്ന വഴിയിലൊക്കെ ഈ വെള്ളത്തിനടിയിലൊക്കെ കുറേ അധികം വേസ്റ്റ് കുപ്പികൾ ഒക്കെ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി. വളരെ റെയറായിട്ടുള്ള കുറേയധികം പക്ഷിമൃഗാദികളുടെയും സസ്യജാലങ്ങളുടെയൊക്കെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള ഈ ഒരിടം കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സംരക്ഷിക്കാമായിരുന്നു എന്ന് തോന്നി. മാംഗ്രൂവ് ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഈ വാട്ടർ ലെവൽ ഗുഡ് കണ്ടീഷനിലാണ്. അമ്മേ, ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലോ. ഇതിലൂടെ ബോട്ട് പോവും. ഇത് നീ തറസായ സ്ഥലത്തേക്ക് എത്തുമോ? അവിടെ പോയിട്ട് തിരിച്ചു വരും. കുടുങ്ങിയാ വേറെ ബോട്ട് അവിടെ കുറച്ച് കാഴ്ചകൾ ശരിക്കും ഭീകരത ഉണർത്തുന്ന അന്തരീക്ഷം. കഷ്ടപ്പെട്ട് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറേയധികം ദേശാടന കിളികളുടെ ഒരു സങ്കേതമാണ് ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ്. നമ്മുടെ കേരളത്തിന് തന്നെ മുതൽക്കൂട്ടായിട്ടുള്ള ഈ ഒരു പൂവാർ ബാക്ക് വാട്ടേഴ്സ് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറച്ചുകൂടി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുവാണെങ്കിൽ. If
ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നുള്ളതാണ്. ഇന്നിവിടെ വെള്ളത്തിൽ ടൈഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് പുറത്ത് അകലെ കാണാനേ പറ്റുള്ളൂ. അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അഴിമുഖത്തേക്ക് ഗോൾഡൻ സാൻഡ് ബീച്ചാണ് ആ കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് കടലും കായലും കൂടെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ടൈഡ് കൂടുമ്പോൾ കടലിലെ വെള്ളം ഈ കായലിലേക്ക് കടക്കും. അത് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. വിവിധ തരം ഭൂപ്രകൃതികൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ബോട്ട് യാത്ര തുടർന്നു. കായലും കടലും സംഗമിക്കുന്ന അപൂർവ കാഴ്ച എവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാം. കടലും കായലും സംഗമിക്കുന്ന ഈ ഒരു അഴിമുഖത്തിന് എന്തുകൊണ്ടാണ് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പേര് വന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വർണ്ണവർണ്ണ നിറത്തിൽ വെട്ടിത്തിളങ്ങിക്കിടക്കുന്ന ഈ ഒരു മണൽത്തരികളെ പിന്നെ ആ പേരല്ലാതെ എന്ത് വിളിക്കാനല്ലേ. അടുത്ത പ്രമുഖ അട്രാക്ഷൻ ആയിട്ടുള്ള എലിഫന്റ് റോക്കിലേക്കാണ് ഈ യാത്ര. ഇതിനെ പറയുന്നത് എലിഫന്റ് റോക്ക് എന്ന് പറയുന്നത് ഈ ഒരു പാറയാണ്. ഏതാണ്ടൊരു ആന മുങ്ങി കിടക്കുന്ന പോലെയാണ്. എല്ലാം നല്ല വരിയായിട്ട് നിൽക്കുന്നതാണ്. ആ കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് വില്ലാസ് ആണ്. കൂടുതലായിട്ടും വിദേശികളാണ് വരുന്നത്. എല്ലാവർക്ക് ഇൻ ആൻഡ് ഔട്ടൊക്കെ ബോട്ട് വഴിയാണ് അവിടെ കൊണ്ടുവരുന്നതൊക്കെ. മസാജ് സെൻറ്റർ, സ്പാ, അതായത് എല്ലാം സൗകര്യങ്ങളോടുകൂടി ആയിരിക്കും. 50,000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കേട്ടോ. നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ചിത്രം ഒരൊറ്റ ക്യാൻവാസിൽ പകർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു ഈ ഒരു ബോട്ട് യാത്രയിൽ ഉടനീളം. പൂവാർ ബാക്ക് വാട്ടേഴ്സിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി ആഴിമലയിലേക്ക്. ഇവിടെ കാണുന്ന ലോർഡ് ശിവയുടെ സ്റ്റാച്യു വളരെ ഫേമസ് ആണ്. ഏകദേശം 58 അടിയോളം ഉയരത്തിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവ സ്കൾപ്ചറാണ് ഇവിടെയുള്ളത്.
അറേബ്യൻ സീയും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു തീരവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം 100 അടി മുകളിൽ നിന്നാണ്, ആഴിമല ശിവ ടെമ്പിളിനടുത്ത് നിന്ന്. ഒരു ഈവനിങ് ടൈമൊക്കെ ഇത്രയും മനോഹരമായിട്ട് ചിലവഴിക്കാൻ കഴിയുമോ എന്ന് അതിശയിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. അഴിമുഖത്തിലെത്തി ഏകദേശം ഈവനിങ് ആയിട്ടിപ്പോൾ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ശിവന്റെ ഒരു പ്രതിമയാണ്. അത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അത് കടഞ്ഞെടുത്തിട്ട് ആ ഒരു പ്രതിമയോട് പിടിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ വേറെ കൂടുതൽ എൻജോയിങ് എടുത്തുകൊണ്ടിട്ട് ഈ സീ വ്യൂ ആണ്. ഇവിടെ കുറച്ച് വലിയ വലിയ പാറകഷ്ണങ്ങളാണ്, പാറക്കല്ലുകൾ. അവിടെ കൂടുതലും കരിക്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന കാണുന്നതിന് പകരം ഇവിടെ വലിയ വലിയ പാറക്കല്ലുകളാണ്. ഇതിന്റെ മുകളിലൊക്കെ വന്ന് കണ്ട് തിര അടിക്കും. ഇപ്പം കാറ്റുള്ളതുകൊണ്ട് ഭയങ്കര വലിയ തിരകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി വന്നു. കാഴ്ചകളൊക്കെ ഉണ്ട്. രാത്രി ആവാറായി. ഓട്ടോക്കാർക്ക് നിർബന്ധമായിരുന്നു. ഞങ്ങൾ ഓട്ടോയിലാണല്ലോ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം കൂടി കണ്ടിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് 777 @ജാക്ക് ജോൺസ്.